ഒരു കമ്പനിയിൽ എംപ്ലോയി സ്റ്റേ ചെയ്യുന്നത് സാലറി ബേസ് ചെയ്തിട്ട് മാത്രമല്ല. ദ കൾച്ചർ യു ബിൽഡ് മാറ്റേഴ്സ്. അതായത് നമ്മൾ എന്ത് കൾച്ചറാണോ ഒരു ഓഫീസിൽ പ്ലാൻ ആക്കുന്നത് അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് സ്റ്റേ ചെയ്യണമെന്ന് വരെ തീരുമാനമാവുക. ഫോർ എക്സാമ്പിൾ, ഓഫീസിൽ ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യുന്നത് റൈസ് ചെയ്യുന്ന ആൾക്കാരെ ഡിസ്കറേജ് ചെയ്യുന്നു. ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആൾക്കാരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. മൈക്രോ മാനേജ്മെന്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അധികകാലം നിൽക്കണമെന്നില്ല. So if your culture encourages to share ideas, take responsibility, learn from mistakes and grow, അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആൾക്കാർ സ്റ്റേ ചെയ്യും. ഈ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്റ്റേ ചെയ്യും. കൾച്ചർ isn't about celebrations, outing or office fun activities. It's about how the leaders behave. How do you handle mistakes? How do you treat people when they disagree with you? Do you hold people accountable? Do you give good reviews to good work? Do you give opportunities to grow? സോ ബിസിനസ് ഓണേഴ്സ് ശരിക്കും ഹൗ ഡു വി റീറ്റെയിൻ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല ചോദിക്കേണ്ടത്, വാട്ട് കൾച്ചർ വി ആർ ബിൽഡിംഗ് എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അതായത് നമ്മൾ നല്ല ബിഹേവിയറിനെ റിവാർഡ് ചെയ്തും ചില ബിഹേവിയറിനെ ടോളറേറ്റ് ചെയ്തും ചിലതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടും ആണ് നമ്മൾ ഇത് ബിൽഡാക്കി പോരേണ്ടത്. നമ്മൾ വാളുകളൊക്കെ എഴുതി വെക്കും പല കൾച്ചർ കാര്യങ്ങളെന്നൊക്കെ പണ്ട്. അതിലല്ല അർത്ഥം. ഇത് റിവാർഡ്, ഡെമോൺസ്ട്രേറ്റ് ആൻഡ് ടോളറേറ്റ് ചില സമയത്ത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഒരു കൾച്ചർ ബിൽഡ് ആവുക.